നമുക്ക് ആലപ്പുഴയിലേക്ക് ഒന്ന് പോകണം. ആലപ്പുഴയിൽ അല്പം മുമ്പാണ് KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ട് വലിയ ആത്മവിശ്വാസം പങ്കുവച്ചത്. കരിമണൽ ഖനനമൊക്കെ ഒരുപാട് ചർച്ചയായ സ്ഥലമാണ് ആലപ്പുഴ. ശോഭാ സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ ആ തരത്തിലാണ് പ്രചരണം നടത്തിയിരുന്നത്. AM ആരിഫാണ് അവിടെ. രാവിലെ AM ആരിഫിനെയും ശരണ്യ സ്നേഹിതൻ കണ്ടിരുന്നു. ആരിഫും വലിയ ആത്മവിശ്വാസം പങ്കുവച്ചു. ശരണ്യ, 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ്. നിരവധി കാര്യങ്ങൾ കടന്നുപോയ തെരഞ്ഞെടുപ്പാണ്. എന്താണ് ആലപ്പുഴയിൽ നിന്ന് കരുതേണ്ടത്? ഇന്ന് എന്തൊക്കെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ പരിപാടി? അവസാനവട്ട വോട്ട് ഉറപ്പിക്കൽ ഏതു ഘട്ടത്തിലാണിപ്പോൾ? രഞ്ജിത്ത്, ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. വ്യക്തിപരമായി കാണാനുള്ള ആളുകളെയൊക്കെ കാണുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾ. അത് AM ആരിഫ് ഇന്ന് ചേർത്തല ഭാഗത്തും ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയിലേക്കും പോകുമെന്നുള്ളതാണ്. ഇന്നലെ കരുനാഗപ്പള്ളിയിൽ ഇലക്ഷൻ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. KC വേണുഗോപാലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികൾ അത്തരത്തിൽ ആ രീതിയിൽ ഒരു പടി കൂടി കണ്ട് ഉറപ്പിക്കണം. സാമുദായിക നേതാക്കൾ അടക്കമുള്ള ആളുകളെ കണ്ട് വോട്ട് ഉറപ്പിക്കേണ്ട ആളുകളെ കാണാനുള്ള ഒരു തീരുമാനത്തിലാണ്. എന്തായാലും 2 പേരെ ഇപ്പോൾ നമ്മൾ NDA സ്ഥാനാർത്ഥിയെ കണ്ടിട്ടില്ല. UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയെയും കണ്ടു. അവർ 2 പേരും പറഞ്ഞത് ഇത്തരത്തിൽ വിജയപ്രതീക്ഷ തന്നെയാണ്. അതായത് 101%. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം AM ആരിഫ് പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം പറയുന്നത് ചില അടിയൊഴുക്കുകൾ ഈ ഇലക്ഷനിൽ ഉണ്ടാവും, എങ്കിൽ പോലും വിജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാൽ അത്തരം അടിയൊഴുക്കുകൾ അടക്കമുള്ള കാര്യങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് ചെയ്യുന്നത്. ആലപ്പുഴയിൽ തനിക്ക് വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. ആ അടിയൊഴുക്കുകളെ സംബന്ധിച്ച ചോദ്യം അദ്ദേഹം ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. മറിച്ച് ഇത്തരത്തിൽ വിജയം ഉറപ്പാണെന്നുള്ള കാര്യം പറയുമ്പോൾ പോലും അദ്ദേഹം മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ മുഖ്യമന്ത്രി അൻവറിന്റെ ആ ഒരു പ്രയോഗത്തിൽ DNA എന്നുള്ള ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും അതായത് തെറ്റ് പറഞ്ഞവരെ തിരുത്താൻ തയ്യാറാവാത്ത മുഖ്യമന്ത്രിക്കെതിരെ അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള രീതിയിലാണ് ഒരു വിമർശനം ഉണ്ടായത്. രാജീവ് ഗാന്ധിയാണ് വിമർശിക്കുന്നത്, അത് രാഹുൽ ഗാന്ധിയല്ല, ലക്ഷ്യമിടുന്നത് രാജീവ് ഗാന്ധിയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അത്തരമൊരു മറുപടി പറയുന്നതിനിടയിൽ കരിമണൽ വിഷയവും പറഞ്ഞു. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ തന്നെ ആലപ്പുഴയിൽ ചർച്ചയായ ഒരു വിഷയമാണ് കരിമണൽ. ഇന്നലെ അദ്ദേഹത്തിന്റെ കലാശക്കൊട്ടലിനിടയിൽ KC വേണുഗോപാൽ പറഞ്ഞിരുന്നു, അതായത് 5 ലക്ഷം രൂപ കരിമണൽ കർത്ത തന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ തനിക്ക് പണവുമായി വന്നപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു വിട്ട ആളാണ് ഞാൻ, അത് ആർക്ക് വേണമെങ്കിലും കർത്തയോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അത്തരത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഇടത് വലത് മുന്നണികൾക്കും NDAയും ഈ കരിമണൽ ഒരു ആയുധമായി ഉപയോഗിക്കുകയും പ്രചാരണ ആയുധമായി ഒക്കെ വരികയും ഒക്കെ ചെയ്തൊരു മണ്ഡലം കൂടിയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ദല്ലാൽ നന്ദകുമാറിന്റെ വിഷയം അടക്കം ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിച്ച പരാതികൾ NDA ഒരു മുഖ്യ കക്ഷിയായി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് വന്നതോടുകൂടി 3 മുന്നണികൾക്കും തലയെടുപ്പുള്ള നേതാക്കന്മാർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ആലപ്പുഴയിലെ. BJPയുടെ തന്നെയാണെങ്കിലും കഴിഞ്ഞ ഒരു ടേമുകളിലും കാണാത്തത്ര ആവേശകരമായ പ്രചരണം അവർക്കുണ്ട്. തീരദേശ മേഖലകളിലൊക്കെ അവർക്കൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ LDFന്റെയും UDFന്റെയും കോട്ടകളിൽ BJPക്ക് കൃത്യമായൊരു വിള്ളൽ പലയിടങ്ങളിലും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിന്റെ അടിയൊഴുക്കുകൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ഇടങ്ങളിലും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ അടിയൊഴുക്കുകൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണ UDF വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതെങ്കിൽ ശബരിമല അടക്കമുള്ള വിഷയം വന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 1,87,000 വോട്ടായിരുന്നു KS രാധാകൃഷ്ണൻ ഇവിടെ പിടിച്ചത്. പക്ഷേ ഇത്തവണ ആ UDF വോട്ടുകൾ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. LDFന്റെയും UDFന്റെയും വോട്ടുകൾ തീരദേശ മേഖലകൾ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ തീരദേശ മേഖലകൾ NDAയോടുള്ള ഒരു താല്പര്യം പ്രകടമായി കാണുന്നുണ്ട്. അത് ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലപ്പുഴ ജില്ലയിലൂടെ, ആലപ്പുഴയിലെ മണ്ഡലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. തീരദേശ മേഖലയാണ് ആലപ്പുഴ. നമുക്കറിയാം, ആലപ്പുഴ അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെ ഹൈവേയിൽ കൂടി യാത്ര ചെയ്താൽ ആലപ്പുഴ മണ്ഡലം കവർ ചെയ്ത് പോകാം എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെ ഒരു മെച്ചം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി. ഇത് ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ച ക്രെഡിറ്റ് കൂടി ശോഭാ സുരേന്ദ്രനുണ്ട് അവിടെ.